എല്ലാവർക്കും നമസ്കാരം. ബാലയുടെ സംവിധാനത്തിൽ വന്ന വണങ്ങാൻ എന്ന സിനിമയെക്കുറിച്ച് നോക്കാം. ഈ സിനിമയുടെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അതായത് കഥാനായകനും കഥാനായകൻ്റെ അനിയത്തിയും ഒരു സുനാമിയാൽ ബാധിക്കപ്പെട്ടിട്ട് അവരുടെ അച്ഛനും അമ്മയൊക്കെ ഇല്ലാണ്ട് ഒരു ചർച്ച് ഫാദറിൻ്റെ കെയർ. അങ്ങനെ നമ്മുടെ കഥാനായകന് വന്നിട്ട് കാതും കേൾക്കത്തില്ല, സംസാരിക്കാനും കഴിവില്ല. പക്ഷേ ഭയങ്കര ദേഷ്യപ്പെടുന്ന ഒരു ക്യാരക്ടറും അതേപോലെ എന്താ പറയുക, മുരടനായ ഒരു ആളും കൂടെയാണ്. ഈ മുൻകോപവും മുരട്ടുത്തനവും കാരണം നമ്മുടെ കഥാനായകൻ വന്നിട്ട് എന്താ പറയുക, അവിടെ ഇവിടെയൊക്കെ വഴക്കും വക്കാണൊക്കെ ഉണ്ടാക്കി പോലീസ് സ്റ്റേഷനിലൊക്കെ പോയിട്ട് വരുന്ന ഒരു ക്യാരക്ടർ പോലെ. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ വന്നിട്ട് ഇയാൾക്ക് ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ വഴക്കും വക്കാണത്തിന് പോകുന്നത്. അതുകൊണ്ട് എവിടെയെങ്കിലും ഒരു ജോലി സംഘടിപ്പിച്ച് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ടീമുകൾ തീരുമാനിച്ച് അങ്ങനെ ഒരു എന്താ പറയുക, ഈ വികലാംഗരും അംഗവൈകല്യം ബാധിച്ചവരൊക്കെ താമസിക്കുന്ന ഒരു ആശ്രമത്തിൽ ഒരു ജോലി വാങ്ങിക്കൊടുക്കും. അപ്പോൾ അവിടെ ഒരു വലിയൊരു സംഭവം നടക്കും. ആ സംഭവം നടന്നതിന് ശേഷം ഇയാളൊരു വലിയ സംഭവം ചെയ്യും. അതിന് ശേഷം എന്തായി എന്നുള്ളതാണ് ഈ പടത്തിൻ്റെ കഥ. അതായത് പടത്തിൻ്റെ കഥ തുടങ്ങുന്നത് തന്നെ ഏകദേശം ഇൻ്റർവെല്ലിന് ഒരു കാമണിക്കൂർ മുമ്പാണ്. അതിന് മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ കഥാനായിക കൂടെയുള്ള സീൻസുകളും ആവശ്യമില്ലാത്ത ഒരു ഫൈറ്റും അങ്ങനെ പറഞ്ഞിട്ട് വെറുതെ എന്താ പറയുക, സമയം കളയാൻ വേണ്ടിയിട്ടുള്ള പോലെ ഒരു കുറേ സീൻസുകൾ, അത് നമ്മളെ ഒരുപാട് ബോറടിപ്പിച്ചു. അതേപോലെ ഇൻ്റർവെല്ലിന് ശേഷം പടം നല്ല ഗ്രിപ്പായിട്ട് തന്നെ പോയിരുന്നു. അടുത്തെന്താ നമുക്കൊരു ക്യൂരിയോസിറ്റിയോടെ പടം ഇങ്ങനെ മൂവായി പോയിക്കൊണ്ടിരുന്നു. അതേപോലെ ക്ലൈമാക്സും എന്താ പറയുക, നല്ലൊരു രീതിയിൽ തന്നെ കൊണ്ടുവരുന്നു. പക്ഷേ എന്താ പറയുക, ബാലാ പടം ആയതുകൊണ്ട് നമ്മൾ തിയേറ്ററിൽ ക്ലൈമാക്സ് വന്നിട്ട് ഹാപ്പി എൻഡിങ് കൊടുക്കാണ്ട് ഫീൽ ആകുന്ന പോലെ, അതായത് ബാലയുടെ പടം എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു മനസ്സിനൊരു വിങ്ങലോടെ ഇറങ്ങി വരുന്ന അത് ഈ പടത്തിൽ വന്നിട്ട് വേണമെന്ന് പറഞ്ഞ് തിരികെ കയറ്റിയ പോലെ ഉണ്ട്. അതേപോലെ കുറച്ച് ലോജിക് മിസ്റ്റേക്കുകളൊക്കെ ഓവറായിട്ടുണ്ട്. കാരണം നമ്മൾ ബാലയുടെ സിനിമയിൽ വന്നിട്ട് ലോജിക് മിസ്റ്റേക്കുകളൊന്നും തീരെ പ്രതീക്ഷിക്കുകയില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു എന്താ പറയുക, ജയിൽ സീനുണ്ട്. അതായത് ജയിലിനകത്ത് പോയിട്ട് സെല്ലിനകത്ത് പോയിട്ട് വിസിറ്റേഴ്സ് കാണുന്ന പോലത്തെയൊക്കെ സീൻ, അതൊന്നും എവിടെയും നടക്കത്തില്ല. പക്ഷേ അത് ഈ പടത്തിൽ കാണിച്ചിട്ടുണ്ട്. അത് എന്തിനാണ് കാണിച്ചതെന്ന് മനസ്സിലായില്ല. മറ്റപടി എന്താ പറയുക, ഈ പോലീസ് സ്റ്റേഷൻ സീനൊന്നുണ്ട്. അതേപോലെ കോർട്ട് സീന് അതൊക്കെ അടിപൊളിയായിരുന്നു. അതേപോലെ എന്താ പറയുക, പോലീസുകാരുടേത്, ജഡ്ജിൻ്റേത്, വക്കീലിൻ്റേത്, അതേപോലെ സമുദ്രക്കനി വരുന്ന സീന്, മിഷ്കിൻ വരുന്ന സീന്, ഇതൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നമുക്ക് കാണാൻ തന്നെ ഒരു നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അതേപോലെ ഹീറോയിൻ്റെ അഭിനയവും തിരക്കിയിട്ടില്ല. അതേപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഹീറോയുടെ അനിയത്തിയായിട്ട് വരുന്ന ക്യാരക്ടറിൻ്റെ അഭിനയം. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പാര അഭിനയമായിരുന്നു. കാരണം ആ ഒരു സീന് അതിന് അഭിനയിക്കാൻ നല്ല ചാലഞ്ചായിരുന്നിരിക്കും. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടൻ വന്നിട്ട് ഊമയുമാണ്, കാതും കേൾക്കത്തില്ല. അപ്പോൾ അതിനനുസരിച്ച് ആംഗ്യ ഭാഷയിലും കാണിക്കണം, വായിലും അതിൻ്റെ എഫക്റ്റ് കൊടുക്കണം. എന്നാലേ ഉള്ളൂ അയാൾക്ക് മനസ്സിലാവുള്ളൂ. അതൊക്കെ ആ പെണ്ണ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ 2 ഫൈറ്റുകൾ അടിപൊളിയായിരുന്നു. അത് ആദ്യത്തെ ഫൈറ്റും ഇൻ്റർവെല്ലിന് മുമ്പുള്ള ഒരു ഫൈറ്റും. പിന്നെ പൊതുവെ ബാല സിനിമയിൽ വരുന്ന ആ കാട്ടുജാതി ഫൈറ്റ് തന്നെയായിരുന്നു ഇതിലും. മൊത്തത്തിൽ ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൊതുവേ ഈ ബാലയുടെ സിനിമ കണ്ട് കണ്ട് മടുത്തിരിക്കുന്നവർക്ക് ഈ സിനിമ ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ മുരടനായിട്ടുള്ള കഥാനായകൻ, ചെമ്പട്ട മുടി, കുറച്ച് കറയുള്ള പല്ല്, എന്നിങ്ങനെയുള്ള ക്യാരക്ടർ വരുന്ന അതേ സെയിമാണ് ഇതിലും. പിന്നെ ബാലയുടെ പടം എന്താ പറയുക, സിനിമയായിട്ട് മാത്രം കാണുന്നവർക്ക് നന്നായിരിക്കും. വലിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഇൻ്റർവെല്ലിന് മുമ്പുള്ള കുറച്ച് നേരം വെറുതെ വേസ്റ്റ് ചെയ്ത് കളഞ്ഞു. അതായത് വന്നിട്ട് എന്താ പറയുക, ഒരു അംഗവൈകല്യം ബാധിച്ചവൻ്റെ കഷ്ടം വന്നിട്ട് അംഗവൈകല്യം ഉള്ള ആൾക്കേ മനസ്സിലാകൂ എന്നുള്ളതാണ് ഇതിൻ്റെ സബ്ജക്റ്റ്. ആ സബ്ജക്റ്റിലേക്ക് കടക്കാൻ ഇൻ്റർവെല്ല് വരെ ആയത് വന്നിട്ട് ഒരു ലാഗ് തന്നെ, അതൊരു വലിയ ഇതായി തോന്നി. അതേപോലെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നേരടിയായിട്ടൊരു വില്ലൻ ഇല്ലാത്ത കുറവ്. അങ്ങനെ ഒരു വില്ലനും കൂടെ ഉണ്ടായിരുന്നു. ആ വില്ലനും എന്താ പറയുക, അതിൽ ഇൻക്ലൂഡായി വരുന്ന സമയത്തായിരുന്നെങ്കിൽ പടം നല്ലൊരു പടം എന്ന് തന്നെ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ശരി എന്നാൽ.